ഹലോ, അപ്പോൾ ഇത് പോണ്ടിച്ചേരി ട്രിപ്പിൻ്റെ പാർട്ട് 2 ആട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി അങ്ങ് നടക്കാൻ തുടങ്ങി. ഫ്രഞ്ച് കോളനി ആട്ടോ ഞങ്ങളുടെ ഉദ്ദേശം. പിന്നെ ഇവിടുത്തെ ഓട്ടോച്ചേട്ടന്മാരൊക്കെ നല്ല രീതിയിൽ പൈസ വാങ്ങിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നടക്കാമെന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ തീരുമാനം തെറ്റായി പോയോ എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നിയായിരുന്നു. കാരണം നല്ല ചൂടായിരുന്നു കേട്ടോ. 4:30-5 മണി ആയിട്ടുണ്ടായിരുന്നു സമയമെങ്കിലും നല്ലപോലെ ചൂടുകാറ്റൊക്കെ അടിച്ച് ആകപ്പാടെ ഞങ്ങൾ ഭയങ്കര പെട്ടെന്ന് ടയേർഡ് ആവുമായിരുന്നു. അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു പോണ്ടിച്ചേരിയിൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ വെറും ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊന്നും പോകുന്നില്ല. ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഓറോവില്ല, പിന്നെ അതുപോലെ തന്നെ ഓർബിന്ദോ ആശ്രമം, പിന്നെന്താണ് കുറേ മ്യൂസിയം ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഇവിടെ ചെയ്യാനുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ഉള്ള സമയത്ത് നമ്മുടെ കൂടെ ഉള്ളവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അവരോട് കുറേ നേരം സംസാരിക്കുക, ആ ജേണി ബ്യൂട്ടിഫുൾ ആക്കുന്നതും അല്ലെങ്കിൽ മെമ്മറബിൾ ആക്കുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണല്ലോ. അപ്പം ഞങ്ങളുടെ കൂടുതൽ കോൺസെൻട്രേഷൻ അതിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ ബീച്ചിൽ വന്നു. ഈ ബീച്ച് നിങ്ങൾക്കറിയോ? നമ്മുടെ സ്വപ്നക്കൂട് സിനിമയിൽ ഭാവന മറ്റ് ലാസ്റ്റ് വീഴുന്നൊരു ബീച്ച് ഉണ്ടല്ലോ, അതാണിതെന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം. ആ പാറയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങ് ഊഹിച്ചതാണ് ഇതായിരിക്കും എന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നടപ്പ് തുടങ്ങി. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ആ പോക്കിൽ തന്നെ എടുത്തു. പിന്നെ കുറച്ച് നേരം ഒന്ന് വെയിലൊക്കെ ആറി കഴിഞ്ഞപ്പോൾ ബീച്ചിൽ വന്നിരുന്നു. കുറേ നേരം സംസാരിച്ചു, കുറേ നേരം ചിരിച്ചു. അങ്ങനെ ഞങ്ങൾ പയ്യെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട്, പക്ഷേ ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ റൂമിൽ വന്നു. റൂമിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ്റെ സാലഡും ഷവർമയും KFCയും ചിക്കൻ ബർഗറും ചിക്കൻ സാൻഡ്വിച്ചും ഒക്കെ ഓർഡർ ചെയ്ത് കുശാലായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓരോ ഗെയിം കളിക്കാമെന്ന് വിചാരിച്ച് ചൈനീസ് വിസ്പറാട്ടോ കളിച്ചത്. ആദ്യം വിചാരിച്ചത് ഇതെന്തോന്ന്, ഇതൊക്കെ എല്ലാവരും കളിക്കുന്നതല്ലെന്ന്. പക്ഷേ സത്യം പറയാലോ ഭയങ്കര അടിപൊളി ഫണ്ണായിരുന്നു. ഒരുപാട് ചിരിച്ചു. അടുത്തങ്ങ് ഇത്രയും ചിരിച്ചിട്ടുണ്ടായിരുന്നില്ല. ട്രിപ്പിന് തന്നെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സംഭവം ഇതാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം അടുത്ത വീഡിയോ കാണാം കേട്ടോ.